നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയോര ഹൈവേയുടെ വെളിയംതോട് മുതൽ മയിലാടി പാലം വരെയുള്ള ഭാഗത്ത് റോഡ് പൊളിക്കേണ്ടി വന്നത് UG കേബിൾ സ്ഥാപിക്കാനെന്ന നിലമ്പൂർ KSCB സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേലായുധൻ. ചുങ്കത്തറയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിട പരിസരത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി എക്സൈസ്. 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TH ഷഫീഖും സംഘവും കണ്ടെടുത്ത കേസ് രജിസ്റ്റർ ചെയ്തത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കോൽക്കർ ജില്ലയിലെത്തി. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ജില്ലയിൽ വീടുകളിലെ പ്രസവവും അതേ തുടർന്നുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് P. ഉബൈദുള്ള MLA. ATM തകർത്ത മോഷണ ശ്രമം, പ്രതി പിടിയിൽ. മഞ്ചേരി മഞ്ഞപ്പറ്റ തോട്ടുപൊയിൽ സ്വദേശി കൂളിയോടൻ ഫായിസ് ആണ് മഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. മലയോര ഹൈവേയുടെ വെളിയംതോട് മുതൽ മയിലാടി പാലം വരെയുള്ള ഭാഗത്ത് റോഡ് പൊളിക്കേണ്ടി വന്നത് UG കേബിൾ സ്ഥാപിക്കാനെന്ന നിലമ്പൂർ KSCB സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേലായുധൻ. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ റോഡ് വെട്ടിപ്പൊളിച്ചതിൽ ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനെത്തിയ നിലമ്പൂർ നഗരസഭാ കൗൺസിലർമാരായ കുഞ്ഞുട്ടിമാൻ, റനീഷ് കുപ്പായി എന്നിവരോടാണ് AE കാര്യങ്ങൾ വിശദീകരിച്ചത്. പബ്ലിക്കിന്റെ ഇടയിൽ മയിലാടി വെളിയംതോട് സബ്സ്റ്റേഷൻ വരെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്ന ഒരു വർക്ക് KSCBയുടെ നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ്, നമ്മളെ ആശങ്ക മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ്. KSCB നടപ്പിലാക്കുന്ന ഒരു വർക്കാണ്. ഇത് UG കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിൾ, അതായത് വെളിയംതോട് സബ്സ്റ്റേഷനിൽ നിന്നും മയിലാടി പാലം വരെ UG കേബിൾ ഇടുന്ന ഒരു വർക്കാണ്. ഇത് ഇടുന്ന ഒരു വർക്ക് എന്താ പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഈ വെളിയംതോട് ഭാഗത്ത് എന്തെങ്കിലും ഒരു വർക്ക് വരികയാണെങ്കിൽ 3 ലൈനുകൾ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അതായത് 33 kV ലൈൻ, 11 kV ലൈൻ, അതുപോലെ LT ലൈൻ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് നിലമ്പൂർ ടൗണിലേക്കുള്ള വൈദ്യുതി ഇന്ററപ്റ്റഡ് ആവുകയും വൈദ്യുതി ഇല്ലാതാവുകയും അത് വ്യാപാര സ്ഥാപനങ്ങളെയും ഹോസ്പിറ്റലുകളെയും ബാധിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ UG കേബിൾ ഇടുന്ന ഒരു വർക്ക് ചെയ്യുന്നത്. വെളിയംതോട് മുതൽ മയിലാടി പാലം വരെയുള്ള വർക്ക് നമ്മൾ UG കേബിൾ ഇട്ട് സപ്ലൈ അകമ്പാടം, പോത്തുകല്ല്, ആടിയമ്പറ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ പബ്ലിക്കിന് ലഭിക്കുക എന്നുള്ളത്. മാത്രമല്ല, ആടിയമ്പറയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി നമുക്ക് നിലമ്പൂർ സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ് ഈ 33 kV ലൈൻ. അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആടിയമ്പറ ജനറേഷൻ അത് ബാധിക്കും, അത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കും, അത് പബ്ലിക്കിനെയും ബാധിക്കും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ UG കേബിൾ വർക്കൂടെ ചെയ്യുന്നത്. റോഡ് പഴയപടി പുനഃസ്ഥാപിക്കുന്നതിന് കേരള റോഡ് ഫണ്ട് ബോർഡിന് 16.5 ലക്ഷം രൂപ അടവാക്കിയിട്ടുണ്ട്. പൊളിച്ച ഭാഗം പുനഃസ്ഥാപിക്കുവാൻ 1.5 ലക്ഷവും, ഭാവിയിൽ റോഡിന് തകരാറ് സംഭവിച്ചാൽ റോഡിൽ അറ്റകുറ്റപ്പണി നടത്താനായി 15 ലക്ഷവുമാണ് നൽകിയിട്ടുള്ളത്. UG പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ കേരള റോഡ് ഫണ്ട് ബോർഡിന് 4 മാസം മുൻപ് തന്നെ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ റോഡ് നിർമ്മാണം കഴിഞ്ഞാണ് അനുമതി ലഭിച്ചത്. KSCB ഇതേ തുടർന്ന് 16.5 ലക്ഷം രൂപ അടച്ച ശേഷമാണ് പ്രവൃത്തി തുടങ്ങിയത്. വെളിയംതോട് മുതൽ മയിലാടിപ്പാലം വരെ അണ്ടർഗ്രൌണ്ടിലൂടെ UG കേബിൾ സ്ഥാപിച്ചതിലൂടെ മേഖലയിലെ വൈദ്യുതി മുടക്കത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ കഴിയും.
110 kV ലൈൻ ഓഫാക്കേണ്ട സാഹചര്യം വന്നാൽ 33 kV ലൈനും 11 kV ലൈനും ഒന്നിച്ച് ഓഫാക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിന് പരിഹാരം കണ്ടെത്താനാണ് 110 kV ലൈൻ അണ്ടർഗ്രൌണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. കൂടാതെ ആഢ്യാൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുത ഉൽപാദനത്തെയും നിലവിൽ ലൈൻ ഓഫാക്കുന്ന സമയത്ത് ബാധിച്ചിരുന്നു. UG കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ ആഢ്യാൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും നിലമ്പൂർ സബ്സ്റ്റേഷനിലേക്കും പോത്തുകൽ സബ്സ്റ്റേഷനിലേക്കും തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കുവാൻ കഴിയും. ജനങ്ങളുടെ പ്രയാസം ഉൾക്കൊള്ളുന്നുവെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ റോഡ് പൂർവാവസ്ഥയിലാക്കുമെന്നും പ്രവൃത്തിക്ക് അനുമതി ലഭിക്കുവാൻ ഉണ്ടായ കാലതാമസമാണ് നിലവിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും AE പറഞ്ഞു. UG കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ അപകട സാധ്യത ഇല്ലാതാക്കുവാനും കഴിയും. മലയോര ഹൈവേ റോഡിന്റെ ഭാഗമായി മയിലാടി റോഡിൽ ഇപ്പോൾ KCBന്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് നടക്കുന്നിടത്ത് ആ റോഡ്, പുതിയ റോഡ്, ചില അപാകതകളോടെ സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ വളരെ ആശങ്കയും ആ റോഡിൻ്റെ ശോചനീയാവസ്ഥയും ഇപ്പോഴും ഓരോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ആ പൂർവ്വസ്ഥിതിയിൽ അത് ആക്കിത്തരാമെന്ന് നമ്മളെ സബ്സ്റ്റേഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള AE ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ വിവരം ജനങ്ങളുമായി പങ്കുവെക്കുവാനും അതും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഈ AEയുമായി സംസാരിക്കുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ 4-5 ഡിവിഷനിലെ കൗൺസിലർമാർ ഇന്ന് രാവിലെ ഇതിനെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. വളരെ സന്തോഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു മറുപടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായും അത് പൂർവ്വസ്ഥിതിയിലേക്ക് എങ്ങനെയാണോ അത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ റോഡിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വർക്ക് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ചുങ്കത്തറയിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന കെട്ടിട പരിസരത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി എക്സൈസ്. 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TH ഷഫീഖും സംഘവും കണ്ടെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 17 ശിഖരങ്ങളുള്ള 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പ്രിവന്റീവ് ഓഫീസർ അനീഷ് KA, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ സണ്ണി, രാജേഷ് M, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിനി EM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ രാജീവ് K എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ U കൊൽക്കർ ജില്ലയിലെത്തി. നിലമ്പൂർ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, മണ്ഡലം വരണാധികാരി, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തുടങ്ങി വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. രാവിലെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രാഥമിക യോഗത്തിന് ശേഷം സിവിൽ സ്റ്റേഷനിലെ EVM VVPAT ഡിപ്പോയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സന്ദർശിച്ചു. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് ഉൾപ്പെടെ പോലീസ് ഓഫീസർമാർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ, ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇല്ലാത്തയിടങ്ങളിൽ എത്രയും പെട്ടെന്ന് BLOമാരെ നിയമിക്കുവാൻ CEO നിർദ്ദേശിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ റൂസി RS, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ PM സനീറ, നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ P സുരേഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസം നിലമ്പൂരിൽ തങ്ങി ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന CEO ബുധനാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. പുതുതായി 59 പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂരിൽ ഉള്ളത്. മണ്ഡലത്തിൽ 1,11,692 പുരുഷ വോട്ടർമാരും 1,16,813 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കുവാനും വോട്ടെണ്ണൽ കേന്ദ്രമായും തീരുമാനിച്ചത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ജില്ലയിൽ വീടുകളിലെ പ്രസവവും അതേ തുടർന്നുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് P ഉബൈദുള്ള MLA. ജില്ലയിലെ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ജില്ലാതല ആരോഗ്യ ദിനാചരണവും കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ, പ്രസവം സുരക്ഷിതമാകാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനവും കോട്ടക്കുന്ന് TTPC ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ കൂട്ടായ പരിശ്രമത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ശ്രമഫലമാണ്. പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കാര്യത്തിൽ വൻ പുരോഗതി ഉണ്ടായത് വിപുലമായ ബോധവൽക്കരണവും പ്രചാരണ പരിപാടികളും കൊണ്ടാണ്. അതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ വീടുകളിലെ പ്രസവം തടയുവാനും നാം സ്വീകരിക്കണം. ശരിയായ ചികിത്സ, നല്ല പെരുമാറ്റം, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സർക്കാർ ആശുപത്രികളിൽ ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയണം, അദ്ദേഹം പറഞ്ഞു. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് ഈ വർഷത്തെ ആരോഗ്യ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവം റിപ്പോർട്ട് ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ നാടകങ്ങളും സെമിനാറുകളും സാമൂഹിക സാംസ്കാരിക നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. ദിനാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും സംയുക്തമായി ജില്ലാ കളക്ടറുടെ വസതിയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വരെ ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിയിൽ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ പങ്കെടുത്തു. ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ. രേണുക അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി.എൻ. അനൂപ് ലോകാരോഗ്യ ദിന സന്ദേശം നൽകി. 2024-25 വർഷത്തിൽ ആരോഗ്യമേഖലയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ആരോഗ്യരംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പള്ളിക്കൽ ബ്ലോക്കിന് MLA പുരസ്കാരം നൽകി. കഴിഞ്ഞ മാർച്ച് 24-ന് ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് ദ ബാറ്റിൽ എന്ന നാടകം അവതരിപ്പിച്ച കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും കൂടുതൽ സുരക്ഷിത പ്രസവം സാധ്യമാക്കിയ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം കരുവാരക്കുണ്ട് CHC നേടി. ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന പ്രചരണ പരിപാടിയുടെ ലഘുലേഖയുടെയും പ്രതിരോധ കുത്തിവയ്പ് പ്രചരണത്തിനായി തയ്യാറാക്കിയ സ്നേഹദൂത് എന്ന കത്തിന്റെയും പ്രകാശനവും പി. ഉബൈദുള്ള MLA നിർവഹിച്ചു. വീടുകളിൽ നടക്കുന്ന പ്രസവത്തിന്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് കോഴിക്കോട് സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് അധ്യാപകനായ ഡോക്ടർ ആർ. പ്രസാദ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കുന്നതിനായി തയ്യാറാക്കിയ തിളനില എന്ന ഹ്രസ്വ വീഡിയോയുടെ പ്രകാശനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ. മുഹമ്മദ് നിർവഹിച്ചു. ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ 632 കേന്ദ്രങ്ങളിൽ 632 കിലോമീറ്റർ നീളത്തിൽ 2,61,955 പേർ പങ്കെടുത്ത കൂട്ടനടത്തവും 632 ബോധവൽക്കരണ പ്രഭാഷണങ്ങളും നടത്തി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സൂംബ ഡാൻസ്, സ്കിറ്റ്, ഫുട്ബോൾ മേളകൾ എന്നിവയും നടന്നു. ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ RCH ഓഫീസർ ഡോക്ടർ N. പമേലി, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ K. പ്രവീണ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ. മുഹമ്മദ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖ് അലി, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ, ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ VV ദിനേശ്, ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു. ATM തകർത്ത മോഷണ ശ്രമം, പ്രതി പിടിയിൽ. മഞ്ചേരി മഞ്ഞപ്പറ്റ തോട്ടുപ്പൊയിൽ സ്വദേശി കോളിയോടൻ ഫായിസ് ആണ് മഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. പ്രതി മുൻപ് മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ചേരി കോഴിക്കോട് റോഡിൽ ശ്രീദേവി ഓഡിറ്റോറിയം റോഡ് ജംഗ്ഷനിൽ SBI ATM കൌണ്ടറിൽ മോഷണ ശ്രമം നടന്നതിന് മഞ്ചേരി SBI ബാങ്ക് മാനേജർ മഞ്ചേരി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മെഷീനിൽ പണം നിറച്ചിരുന്നുവെങ്കിലും തകരാറിലായത് കാരണം 4 ദിവസമായി ഈ ATM കൌണ്ടറിൽ ഇടപാടുകളൊന്നും നടക്കാതിരുന്നതിനാൽ റിപ്പയറിനായി ടെക്നീഷ്യൻ എത്തിയപ്പോഴാണ് കൌണ്ടറിന്റെ ഷട്ടർ താഴത്തെ നിലയിൽ കണ്ടത്. പൊക്കി പരിശോധിച്ചതിൽ മെഷീൻ തകർത്തതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ടെക്നീഷ്യൻ മാനേജറെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മഞ്ചേരി ASP നന്ദഗോപൻ IPS, CI പ്രതാപൻ, SI മാരായ ജസ്റ്റിൻ M. അസൈനാർ, ASC മാരായ മുഹമ്മദ് അലി PK, ഗിരീഷ് E, SCPO മാരായ ഇസുദ്ദീൻ, തസ്ലീം, ഡാൻസ് അംഗങ്ങളായ സലീം, ജസീർ, ദിനേശ്, ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുണ്ടാക്കി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും ഇത്തരം കുറ്റങ്ങളിൽ മുൻപ് ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു. ലഭിച്ച തിരിച്ചറിയുവാൻ കഴിയാത്തതും സംശയിക്കുന്നതുമായ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും പോലീസ് പ്രചരിപ്പിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പരിധിയിൽ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട ടെമ്പിൾ പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിലും മഞ്ചേരി ATM കവർച്ച ദൃശ്യങ്ങളിലെ രൂപവും ഒരാളുടേതാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതും വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പോലീസ് പുറത്തുവിട്ടതോടെയാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്.
മയക്കുമരുന്നിന് അടിമയായി വീട്ടുകാരുമായി കലഹത്തിലുള്ള പ്രതി ഫായിസിനെ ഭയന്ന് പ്രതിയുടെ ഉമ്മയും വിദേശത്തുള്ള സഹോദരന്റെ കൂടെയാണ് കഴിയുന്നത്. ബാംഗ്ലൂർ, എറണാകുളം ഭാഗങ്ങളിൽ ഹോട്ടൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം മയക്കുമരുന്നിന് തികയാതെ വന്നപ്പോഴാണ് പ്രതി ATM തകർത്ത് പണം കൊള്ളയടിക്കുവാൻ തീരുമാനിച്ചത്. പ്രതിയുടെ വീട്ടിൽ മഞ്ചേരി പോലീസ് എത്തുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് മോഷ്ടിച്ച ബുള്ളറ്റ് ബൈക്ക് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നതായും കാണപ്പെട്ടു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ മാർച്ച് മാസം 15-ന് കോട്ടയം പിറവം റോഡ് വെള്ളൂർ റെയിൽവേ പരിസരത്ത് നിന്ന് മോഷ്ടിച്ച ആക്ടിവ സ്കൂട്ടറിൽ കറങ്ങി നടന്ന മോഷണം ആസൂത്രണം ചെയ്തു വരികയായിരുന്ന പ്രതി മഞ്ചേരി ATM പദ്ധതി പൊളിഞ്ഞതോടെ എറണാകുളം ഭാഗത്തേക്ക് ഈ സ്കൂട്ടറിൽ ഒളിവിൽ പോകും വഴി ഗുരുവായൂരിൽ വെച്ച് സ്കൂട്ടർ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിച്ച് മഞ്ചേരിയിലെ വീട്ടിലെത്തി ഇന്നു പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോകുവാൻ പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഫായിസ് മഞ്ചേരി SI ജസ്റ്റിന്റെ പിടിയിലായത്. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SI M അസൈനാർ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തെളിവെടുപ്പ് പരിശോധനയിൽ ATM മെഷീനിൽ നിന്നും അടർത്തി മാറ്റിയ ഇലക്ട്രോണിക് ലോക്ക് പാഡ് പ്രതിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും കണ്ടെടുത്തു. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ASP നന്ദഗോപൻ IPS അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മദ്യമൊഴുക്ക് തടയാൻ ശക്തമായ നടപടി വേണമെന്ന് കേരള മദ്യനിരോധന സമിതി നിലമ്പൂർ താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ മദ്യവ്യാപനം ഒഴിവാക്കാൻ മുന്നണികൾ തയ്യാറാകണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ മയക്കുമരുന്നിനെതിരെയുള്ള നടപടി ഫലപ്രദമാകാൻ മദ്യവ്യാപനവും തടയണമെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. ചന്തക്കുന്ന് മദ്രസയിൽ നടന്ന കേരള മദ്യനിരോധന സമിതി നിലമ്പൂർ താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ന് വലിയൊരു ദുരന്തത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ ഉപരിയായിട്ടാണ് ഇന്ന് മദ്യവും കെമിക്കൽ ലഹരികളും കേരള നിവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളിൽ പോലും ഇന്ന് കെമിക്കൽ ലഹരി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് മദ്യം തന്നെയാണ്. പലരും ഈ മദ്യത്തെ ലഹരിയായിട്ട് കാണുന്നില്ല. ലഹരിയുടെ പ്രധാന വസ്തു തന്നെയാണ് മദ്യവും. നമ്മളിപ്പോൾ മദ്യത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ലഹരിക്കെതിരെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. മദ്യം ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കേരള മദ്യനിരോധന സമിതി. മദ്യമയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ സർക്കാർ നടപടി പ്രഹസനമാണെന്നും മദ്യാസക്തി കുറയ്ക്കുവാനുള്ള വിമുക്തി പദ്ധതി നടപ്പാക്കുന്നത് തന്നെ മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിന്റെ 5% ഉപയോഗിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മദ്യനിരോധന സമിതി നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് മദാരി അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. മുക്കട്ട വലിയ ജുമാ മസ്ജിദ് ഖാളി ബഷീർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് NM ബഷീർ, നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി അസ്ലം തുവൂർ, താലൂക്ക് കോർഡിനേറ്റർ റഷീദ് കരുവാരക്കുണ്ട്, മസ്ജിദുൽ ഫലാഹ് ഇമാം K വീരാൻകുട്ടി, MRC മുനിസിപ്പൽ പ്രസിഡന്റ് പ്രൊഫസർ മദാരി ഷൌക്കത്ത്, സമിതി താലൂക്ക് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. കരുളായി ഉൾവനത്തിലെ ST നഗറിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. മുണ്ടക്കടവ്, പുലിമുണ്ട, നെടുങ്കയം ട്രൈബൽ വില്ലേജുകളിലാണ് സോളാർ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരുളായി ഉൾവനത്തിലുള്ള ട്രൈബൽ വില്ലേജുകളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ മുത്തേടം അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീൻ ജീരിയൻ, വൈസ് പ്രസിഡന്റ് T സുരേഷ് ബാബു, വാർഡ് മെമ്പർ EK അബ്ദുറഹ്മാൻ, KP നസീർ, K വിപിൻ, കക്കോടൻ നാസർ, KT സൈദലവി, M കബീർ എന്നിവർ സംസാരിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ജില്ലാ കൺവെൻഷൻ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ K ലത അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാം പ്രസാദ് K ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP V ജയചന്ദ്രൻ, ബാസ്കറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് K മനോഹരകുമാർ, MSP അസിസ്റ്റന്റ് കമാൻഡന്റ് P ഹബീബുർ റഹ്മാൻ,
പ്രസ് ക്ലബ് സെക്രട്ടറി VP നിസാർ, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ PB ഷാജു, സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം P ഹൃഷികേഷ് കുമാർ, KA നാസർ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് U തിലകൻ, സംസ്ഥാന റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് KM അനിൽകുമാർ, കോർവ ജില്ലാ സെക്രട്ടറി KT ഹംസ എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം C സുരേഷ് സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി VR അർജുൻ നന്ദിയും പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ റോബോട്ടിക്സ് വർക്ക്ഷോപ്പ്. എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോഡ് റോബോട്ടിക്സ് എന്ന സ്ഥാപനം അവരുടെ നിലമ്പൂർ ബ്രാഞ്ചിൽ 8 വയസ്സിന് മുകളിൽ ഉള്ള കുട്ടികൾക്കായി റോബോട്ടിക്സ് പരിശീലനം നൽകുന്നു. എൻ്റെ പേര് രജനീഷ്. ഞാൻ കോഡ് റോബോ എന്ന് പറയുന്ന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ആ കമ്പനി 2022 തൊട്ടിട്ട് സ്കൂൾ കുട്ടികൾക്ക് റോബോട്ടിക്സും കോഡിങ്ങും AI-ൻ്റെയും പരിശീലനം നൽകി വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ 9ഓളം ബ്രാഞ്ചുകളും 100ഓളം സ്കൂളുകളും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ അക്കാഡമിക് ഇയറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, അതായത് നിലമ്പൂർ ഭാഗങ്ങളിലുള്ള കുട്ടികൾക്കായിട്ട് നമ്മൾക്ക് ഒരു ഫ്രീ റോബോട്ടിക്സ് വർക്ക്ഷോപ്പ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. തീർത്തും സൗജന്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് 8 വയസ്സ് മുതൽ മുകളിലേക്ക് +2 വരെയുള്ള കുട്ടികൾക്ക് ഈ 21st സെഞ്ച്വറി ടെക്നോളജിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് കോഡിംഗ്, AI, റോബോട്ടിക്സ് അവരുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഇൻട്രോ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സെമിനാർ എന്ന് പറഞ്ഞാൽ, ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ. ഈ വർക്ക്ഷോപ്പ് നമ്മളുടെ കോലോത്തുമുറി ബേസ് ചെയ്തിട്ടുള്ള നമ്മളുടെ സ്റ്റഡി സെൻറ്ററിലാണ് ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുക. നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, പൂക്കോട്ടുംപാടം, മമ്പാട്, വണ്ടൂർ ഭാഗങ്ങൾ എല്ലാ കുട്ടികൾക്കും കുട്ടികളുടെ പാരൻസിനും ഈ പ്രോഗ്രാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സെൻറ്ററിൽ അവർക്ക് വന്നാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള റോബോട്ടുകളെ നേരിട്ട് കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം ഒരു 2 ചെറിയ റോബോട്ടുകൾ ഉണ്ടാക്കാനുള്ള പരിശീലനം കുട്ടികൾക്ക് കൊടുക്കും. 8 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഒരു 2 റോബോട്ടുകളെ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ് ഈ റോബോട്ടിൻ്റെ എന്നുള്ള ഒരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീർത്തും സൗജന്യമാണ് ഈ പ്രോഗ്രാം. ഏപ്രിൽ 21 നടക്കുന്ന ഈ പ്രോഗ്രാമിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം. മാറുന്ന ടെക്നോളജി കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. താൽപര്യമുള്ളവർ 79151631 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. വണ്ടൂർ കൊച്ചിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിന്റെ 23ാം വാർഷികാഘോഷവും ചെണ്ടരങ്ങേറ്റവും നടന്നു. ആശ്രയോത്സവം 2K25 എന്ന പേരിൽ വണ്ടൂർ CN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വണ്ടൂർ CI A ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയെല്ലാം എല്ലാവർക്കും അറിയാം. അവരെ കൂടെ നിന്നുകൊണ്ട് ഒന്നും നമ്മൾ പറയാൻ പറ്റില്ല, അതേപോലെ മറ്റു സ്കൂൾ പോലെ വഴിയെടുക്കാൻ പറ്റില്ല. അവരെ ഒപ്പം നിന്നുകൊണ്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആ അധ്യാപകരെ നമുക്ക് ഒരു ഘട്ടത്തിൽ മറക്കാൻ സാധിക്കില്ല. പരിപാടിയോടനുബന്ധിച്ച് ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റവും നടന്നു. ചടങ്ങിൽ ചാലിയാർ ഉണ്ണി, ഹരിദാസൻ പോരൂർ എന്നിവരെ ആദരിച്ചു. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KT മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി M സുബൈർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VAK തങ്ങൾ, വാർഡ് മെമ്പർ M റസാബ്, ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ E അബ്ബാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പൂക്കോട്ടുംപാടം വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷം തുടങ്ങി. ഒരു വർഷം നിലനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത്. ഗായികയും ടോപ്പ് സിംഗർ വിജയുമായ ദ്രൗപദി സുരേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് V സജിത് അധ്യക്ഷനായി.
നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ KV ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല രക്ഷാധികാരികളായ K രത്നകുമാർ, P ഷാജി നവാസ്, വനിതാവേദി പ്രസിഡന്റ് C സുജാത, വായനശാല സെക്രട്ടറി VK അനൂപ്, മറ്റ് ഭാരവാഹികളായ K സുനിൽ ബാബു, P സുനിൽ, A ബിനേഷ്, K ബാബുട്ടൻ, M ഷൈജു, A ബിജു, V മധു, V സന്തോഷ്, സുരഭി അനൂപ്, ലൈബ്രറിയൻ ജിൻഷ സുനിൽ എന്നിവർ പ്രസംഗിച്ചു. നൃത്താധ്യാപിക കലാമണ്ഡലം പ്രവിത സജിത്തിന്റെ നേതൃത്വത്തിൽ നവതരംഗം കലാപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ നൃത്തനൃത്യങ്ങൾ, കടാങ്കോട്ട് മാക്കം സംഗീതശില്പം, പ്രദേശവാസികളും വനിതാവേദി അംഗങ്ങളും ഒരുക്കിയ വിവിധ കലാപരിപാടികൾ, നവതരംഗം തിയേറ്റേഴ്സിന്റെ യക്ഷി പകർപ്പുകൾ, ദൃശ്യാവിഷ്കാരം എന്നിവ അരങ്ങേറി. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.